ഈ പോത്ത് നമ്മൾ ചന്തന്ന് കൊടുന്നിട്ട് ഇപ്പോ 4 ദിവസമായിട്ടുള്ളൂ. ചൊവ്വാഴ്ചയാണ് ചന്തന്ന് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇത് 40,000 രൂപക്ക് വിറ്റ് കൊടുക്കുകയാണ്. നമുക്കൊരു 37 ചില്ലറ വന്നിക്കണ് ചന്തയിൽ. അപ്പം അതിൻ്റെ ചിലവൊക്കെ പാടെ 37 ചില്ലറ. അപ്പം നമ്മൾ ഇതിനെ വേറൊരാൾക്ക് വിറ്റിക്കണ്. അപ്പോൾ ഈ പോത്താണ്. ഒന്ന് കാണിച്ചോട്ടെ. ഇതാണ് നല്ല പോത്തുകുട്ടിയ, നല്ല കാലുവേരും ഒക്കെ ഉള്ള പോത്തുകുട്ടി. അതിൻ്റെ അവിടെ ഇവിടെയും പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ വരുമ്പോൾ തോല് പോയിട്ടും ഇതൊക്കെ ആയിട്ടേ പൊട്ടും പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീളമുള്ള അടിവാരമുള്ള നല്ല പോത്താണ്. ചെവിപ്പോളൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽക്കുണ്ട്. നല്ല പോത്തും കുട്ടിയാണ്. നല്ല ചുട്ടക്കൊമ്പാണ്. ഇവിടെ ഈ വണ്ടിമ്മ വരുത്തിയിട്ട് ഉള്ള പ്രശ്നമാണ്. ഈ വണ്ടിമ്മ വരുത്തിയിട്ട് മുറിയും കാര്യങ്ങളൊന്നുമില്ല. എന്താ ഈ തോലൊക്കെ പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. തോലൊന്നും വല്ലാതെ കാണിക്കണ്ട. അപ്പോൾ യൂട്യൂബിന് പ്രശ്നമാണ്. എന്നാലും അപ്പം നമ്മൾ നിൽക്കണ വലിയ പോത്ത്, ഈ നിൽക്കണ വലിയ പോത്ത് ഇത് നമ്മളെ കാട്ടി, ഇത് നമ്മളെ നല്ല കാലുവേരും നല്ല ദമ്മിക്കുള്ള നല്ല കാട്ടിപ്പോത്താണ്. ഇവനെ ഇതുവരെ ഈ കുളത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുപോകാൻ പോവാണ്. അതിന് 40,000 റുപ്യക്ക് കൊടുത്ത പോത്താണ്. നമുക്ക് 2 ആളിനും പാടെ ഒപ്പം കൊണ്ടുപോകണം. കാരണം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവർ തമ്മിൽ ജോഡിയായി. അപ്പോൾ വേർപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുള്ള ഈ പോത്തിനുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇവർ തമ്മിൽ ഇണ ചേർന്ന് 2 പോത്തുകളും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്, നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ ഇവരനെ ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവരനെ വേർതിരിക്കുക. അവിടെ ഒരു പോത്തും കുട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ 40,000 രൂപയുടെ പോത്തിനെ നമ്മൾ കൊണ്ടാക്കി കൊടുക്കുക. ലസ്കത പിടിക്കുക. ജോഡിനെ മാറ്റാൻ പോവുക. ഈ 2 പോത്തിനും അവിടെ നമ്മളെ അലിക്കാക്കാണ് നമ്മൾ വിറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ അലിക്കാട് എടുത്തേക്ക് കൊണ്ടുപോവാണ് പോത്തിനെ. ഇത് വലിയ പോത്താണ്. ബാക്കിൽ വരുന്ന ആ രക്കം പിടിച്ച് വരുന്ന പോത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നിനോട് തിരിച്ചുകൊണ്ടിരാനായിട്ടുള്ളൂ. ഞമ്മക്കൊരു മിതമായ വില കിട്ടിയേക്ക് നമ്മളങ്ങോട്ട് കൊടുത്ത് ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാണാൻ പോയടുത്ത് പവർ പറ്റേ. അതാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് എ ബിസിനസ്. ചെങ്കോർ ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴിമുട്ട കച്ചവടം. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് പോണ് വെട്ടി ലാഭം നഷ്ടം ഇവിടെ കണ്ട് പോകും. പോത്തിൻ്റെ കായ് പോവില്ല. അപ്പം നമ്മൾ പോത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലിക്കാട് എടുത്തിട്ടാണ് എത്തണേ. അപ്പേ അലിക്ക 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നു. എന്താ ചിറ്റാ ഞാൻ ബനിയും പാടെ കൊടുന്നായി. ഓമരില്ല. അതാണ് വീട്. ഇനി അഥവാ ഈ പിടുത്തം വിട്ടിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇത് നോക്കി ഇതെന്താണ് ഇതൊക്കെ. ഞാൻ ഉടച്ച പോത്താ. ഇതേ അത് മുറിയല്ലട്ടാ. ആ ഈ ചന്തന്ന് വരുമ്പോ അടിയോടെയൊക്കെ തോലോടെ ഇതിനുണ്ടാകുമല്ലോ, എല്ലാത്തിനും ഉണ്ടാകും. അപ്പൊ 40 റുപ്യക്കാണ് കൊടുത്ത്. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മരുന്ന് വെക്കാൻ ഇനി വേണമെങ്കിൽ സ്പ്രേ അടിക്കാം. ഞാൻ ഇപ്പൊ കുളത്തിനാ കയറ്റിക്കൊണ്ടിരുന്നത്. സ്പ്രേ അടിക്കാം. അല്ലെങ്കിൽ ഇല്ലട്ടൻ കാര്യം നനച്ചിട്ടാ തേച്ചു കൊടുത്താൽ മതി. വേറെ ഒരു പേടി പിടിക്കണം. അല്ലെങ്കിൽ വെണ്ണൂറ് നനക്കുക. വെണ്ണൂറ് നനച്ചിട്ട് മുറിയുടെ മേലാണ്ട് തേച്ചു കൊടുത്താൽ മുറിയുണ്ട്. എങ്ങനെയുണ്ട് പോത്തുമുട്ടി? അതിനുണ്ട് 40 രൂപ കാലേരോ ഒക്കല്ലേ. ഇതെന്താ എന്താ പോത്ത്? ഇനി അനക്ക് ഇവിടെ സ്ഥലമില്ല. ഇത് പോവാ അന്നെ പോവാ. ഓനെ ഞാൻ ഇവിടെ കൊടുന്നാക്കാൻ വേണ്ടിട്ടേ വെള്ളം കൊളത്തിനാ കയറി വരുന്നു. എന്താ വെച്ചിട്ടാ പുതിയാപ്പള പുതിയണ്ണീനെ കൊണ്ടുവരില്ല. അതുപോലെ അതിനെ കൊണ്ട് കൊണ്ടിരുന്ന പോവാ. എന്നാ വാ, എനിക്കാണ്ട് വേണ്ട. ഇത് വേണം, എനിക്ക് വേണം.
അപ്പൊ ഇതിന് നമ്മൾ റിട്ടേൺ കൊണ്ടുപോവാണ്. ഒന്നിനെ കൊടുക്കാൻ വേണ്ടിട്ട് കൊട ചൂടാൻ വേണ്ടിട്ട് ഇയാളെ കൊടുന്ന കൊടല്ല, കൊട കാല് പൊട്ടിക്കണു. പോരെ അനക്ക് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും പറയിക്കുക, ഒന്ന് കയറി അമർത്തി കൊടുക്കുക. നമ്മള് മഗടി അബ്ബാസിനെ അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തുണ്ട്. ഇത് കടവത്തുണ്ണി ഇടിയംസ എന്നൊക്കെ പറയും. ഓനെ നമ്മൾ റിട്ടേൺ കൊണ്ടുപോവാ. ഒരാളിനെ അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തുണ്ട്. മഗടി അബ്ബാസിനെ നമ്മൾ അലിക്കാടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്ത് ഇടിയംസനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. നടക്ക് എന്തേ ഓഞ്ഞു വരില്ല. ഓനെ എന്നെ വിട്ട് പിരിഞ്ഞു. ഇതിന്റെ മുമ്പ് എന്താ ഒറ്റക്കല്ലേ നിർന്ന് വാ നടക്കാട്. നീ ഇജ്ജി ഒറ്റക്കാ തോത്തില്. എന്റെ യുഗം കഴിഞ്ഞു. ഞാൻ അതിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടിനും പാടെ ഒപ്പം കൊണ്ടാതാ. വാ നീ പോത്ത് നമുക്കിത് കൊടുക്കാളാട്ടാ. 60,000 റുപ്യ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് കൊടുക്കാം. 60,000 റുപ്യ പറഞ്ഞാൾക്ക് വേണമെങ്കിൽ 60,000 റുപ്യ 60,000 റുപ്യക്ക് നമ്മൾ കൊടുക്കാം. ഒന്നിനെ കൊടുത്ത് 40,000 കൊടുത്ത് പൈസ പോയോടത്ത് നോക്കിയില്ല. ഇത് 60,000 റുപ്യ നമ്മൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാം. അപ്പൊ ഓക്കെ. ഇതിനിപ്പോ 60 റുപ്യന്റെ കയ്യില് നെറ്റിന് കിട്ടണം. 55ക്ക് ഇതിന്റെ ഈ കാണുന്ന പിടുക്ക് ഇങ്ങനെ സെന്ററിന്റെ ചീന്തിട്ട് നല്ല കാന്താരിമുളക് കഴിച്ചിട്ടേ കടവത്തുണ്ണിനെ അവിടെ കൊണ്ടുപോയി വിറ്റാ കിട്ടുവാതായി. മഗടി അബ്ബാസ് ചോദിച്ചതാ. അല്ല ചീനമുളക് അരച്ചിട്ട് കൊണ്ട് വിട്ടുകൊടുത്തോണ്ട് എന്റെ അണ്ടിക്ക് കിട്ടുക 55. എന്താണ് പക്കുകാരൻ നോക്കടാ. കൈ ഇങ്ങോട്ട് വെച്ചാ തൊക്കിന്നുണ്ട് കേറും. ഇതാ വേണമെങ്കിൽ കൊത്തമ്പാലി കണ്ടത്തിന് ഓടിക്കും ചെയ്യാം. ഊർച്ച നടത്താം. കൊമ്പിനെ പൈസ ഇതാ നിന്റെ കൊമ്പിനെ പൈസ ഇവിടെ നോക്ക്. ഇങ്ങോട്ട് നോക്ക്. കവാസാക്കിയാ ഇതാ ഏച്ചേട്ട് തിമ്മ ക്ലച്ച് ഇവിടെ എന്നിട്ട് കൂട്ടിയാണ്ടല്ലോ. എന്താ റൈസിങ്. ഏത് സ്ഥലത്ത് കൂടി പോയിക്കൂടത്. ഏത് ചളി കൂടി മണ്ടു. ആദ്യ പോത്ത് ചന്തിക്കരത്തിന്റെ ഒരു ശിവൻകുട്ടിയെ എന്താട്ടാ എന്താ മിനിസത്തിനാണ് കായ്. മിനിസത്തിന് ചന്തിയൊക്കെ നോക്കി മിനിസത്തിനാണ് കായ്. എന്താണ് വഞ്ചി പോലത്. ഇതാ വേണമെങ്കിൽ വെള്ളത്തിലും കൊണ്ടിടാം. വെള്ളത്തിൽ കൊണ്ടിട്ട് നീന്തി കളിക്കും. പനവഞ്ചി ഉണ്ട് യഥാ പോലത്തെ. എന്താണ് പോത്ത്. കാൽക്കുറൊക്കെ നോക്ക്. ഒരു കാൽക്കുറ 70 കിലോ. ഇതാ 70 കിലോ ഉണ്ട് കൈക്കുറു. കാൽക്കുറു 75 ഉണ്ടാവും. ചന്തിക്കനം കൂടിയ സാധന. പിന്നെ ഇതിനൊക്കെ ചവിട്ടി വെച്ച 55 ഇല്ല കൊടുക്കണില്ല. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയാ. നുണയില്ല, കളവില്ല, പറ്റിക്കലില്ല, വേറെ വർത്താനില്ല. 60 ഉറുപ്പ്യ തന്നച്ച് കൊണ്ടുപോയിക്കോ. 60 ഉറുപ്പ്യക്ക് മേടിക്കണ്ട. എന്നാ 60 ഉറുപ്പ്യക്ക് കൊണ്ടുപോയിണ്ട. 56 ഉറുപ്പ്യക്ക് ഞാൻ തരില്ല. ഞാനിവിടെ വലിയ വില പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളല്ല. അതിന് കിട്ടേണ്ട വില നമ്മളോട് പറച്ചലാ. അപ്പൊ നമ്മള് തമ്മിൽ നടക്കില്ല. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളെ ഇന്നത്തെ കച്ചവടം നടന്നില്ല. ഒന്നിനെ നമ്മൾ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് 40,000 ഉറുപ്പ്യക്ക്. ഇതിവിടെ വെക്കുക. അപ്പൊ ഇപ്പം ചെറിയ 2 ദിവസത്തിൽ ചെറിയ ഒരു വിഷമത്തിലാവും. കാരണം അവന്റെ തുണ പോയില്ലേ. നല്ല ഇണക്കുള്ള പോത്താ. ഏത് മക്കൾക്കോ ഏത് കുട്ടികൾക്കും കൊണ്ടിടക്കാം. അങ്ങനത്തെ ഒരു പോത്ത. ഒരു ശല്യമില്ല. പോത്ത് ഒരു ഉദിക്ക പോലും ഇല്ല. ഒരു ദേഷ്യം വരിക പോലും ഇല്ല. ഓക്കെ.